PSC അംഗങ്ങൾക്ക് വീണ്ടും സർക്കാരിന്റെ കരുതൽ. ശമ്പളം കുത്തനെ കൂട്ടിയതിന് പിന്നാലെ പെൻഷനും വർദ്ധിപ്പിക്കാൻ തീരുമാനം. ആനുകൂല്യം സർക്കാർ ജീവനക്കാരായിരുന്ന PSC അംഗങ്ങൾക്കും ചെയർമാൻമാർക്കും. പെൻഷൻ കണക്കാക്കുക സർവീസ് കാലം കൂടി കണക്കിലെടുത്ത്. തിരുവനന്തപുരത്ത് ജൂനിയർ അഭിഭാഷകയെ മർദ്ദിച്ച അഭിഭാഷകൻ ബെയിലിൻ ദാസ് ഒളിവിൽ. ഇന്നലെ വൈകിട്ട് അഡ്വക്കേറ്റ് ശ്യാമിലിയെ കരണത്തടിച്ചത് തർക്കത്തിനൊടുവിൽ. ബെയിലിൻ ദാസിനെ സസ്പെൻഡ് ചെയ്ത ബാർ അസോസിയേഷൻ. റാപ്പർ വേടന്റെ പാട്ട് ജാതി ഭീകരവാദവും വിഘടനവാദവും പ്രചരിപ്പിക്കുന്നതെന്ന് RSS സൈദ്ധാന്തികൻ NR മധു. വേടന്റെ പാട്ട് എന്ന് പറയുന്നത് ജാതി ഭീകരവാദം പ്രചരിപ്പിക്കുന്ന, വിഘടനവാദം പ്രചരിപ്പിക്കുന്ന സാഹിത്യത്തെ നമ്മുടെ വളർന്നു വരുന്ന തലമുറയിലെ മനസ്സിലേക്ക് വിഷം കുത്തിവെക്കുന്ന കലാഭാസമായി അങ്ങനെ അരങ്ങുവാഴുകയാണ്. വേടനെ സ്പോൺസർ ചെയ്യുന്നത് വിഘടനവാദ ശക്തികൾ. വേടനെ പാട്ടുമായി നാലമ്പലത്തിലേക്ക് കടക്കുന്നത് തടയണമെന്നും കേസരി പത്രാധിപർ. ഷവർമ്മ കഴിച്ചു മരിക്കുന്നത് ഹിന്ദുക്കളാണെന്നും മധുവിന്റെ പരാമർശം. തിരുവല്ല ബിവറേജസ് ഗോഡൌണിൽ കത്തി നശിച്ചത് 70,000 കേസ് മദ്യം. ഉന്നതതല അന്വേഷണത്തിന് ബിവറേജസ് കോർപ്പറേഷൻ. പുളിക്കീഴിലെ ഔട്ട്ലെറ്റും ഗോഡൌണും കത്തി നശിച്ചത് ഇന്നലെ രാത്രി. തിരുവനന്തപുരത്തെ കോസ്മെറ്റിക് ആശുപത്രിക്കെതിരെ നേരത്തെയും പരാതികൾ. 4 വർഷം മുൻപ് കൊഴുപ്പ് നീക്കാൻ ശസ്ത്രക്രിയയ്ക്ക് വിധേയനായ കൊട്ടാരക്കര സ്വദേശി മരിച്ചതിൽ പരാതിയുമായി ബന്ധുക്കൾ. നടപടി ആവശ്യപ്പെട്ട് മുഖ്യമന്ത്രിയെ സമീപിക്കാനും കുടുംബത്തിന്റെ തീരുമാനം. കാനഡയിൽ മാർക്ക് കാർണി മന്ത്രിസഭാ പുനഃസംഘടന പൂർത്തിയായി. ഇന്ത്യൻ വംശജ അനിത ആനന്ദ് വിദേശകാര്യമന്ത്രി. 28 ക്യാബിനറ്റ് മന്ത്രിമാരിൽ 24 പേരും പുതുമുഖങ്ങൾ.